നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് കോമൺ ആയിട്ട് നേരിടുന്ന ഒരു ഇഷ്യൂ അല്ലേ ഈ സോണി ക്യാമറാസിലെ ഷട്ടർ ഡാമേജ് ഇഷ്യൂ. ഞാനും ഈ ഇഷ്യൂ നേരിട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ പർച്ചേസ് ചെയ്യുന്ന സോണി A7 Mark III എന്ന് പറയുന്ന ക്യാമറയിലും റീസെന്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള സോണി Alpha 1ലും ഞാൻ ഈ ഇഷ്യൂ നേരിട്ടിട്ടുണ്ട്. എനിക്ക് ഈ 2 തവണയും എനിക്ക് സോണിയിൽ നിന്ന് നല്ലൊരു കസ്റ്റമർ സർവീസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ സോണി Alpha 1 എന്ന് പറയുന്ന ക്യാമറ 10 ഡേയ്സേ ആയിട്ടുള്ളൂ, പർച്ചേസ് ചെയ്ത് 10 ഡേയ്സേ ആയിട്ടുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് എനിക്ക് അവരത് റീപ്ലേസും ചെയ്ത് തന്നായിരുന്നു. സഡൻ ആയിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആരായാലും ഒന്ന് പേടിക്കത്തില്ലേ? പലപ്പോഴും വർക്കിന് പോകുമ്പോഴത്തേക്ക് പല ഫോട്ടോഗ്രാഫേഴ്സും ഈ ഇഷ്യൂ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ക്യാമറ സെറ്റിംഗ്സിലെ ആൻറ്റി ഡസ്റ്റ് ഫംഗ്ഷൻ സെറ്റിംഗ്സിലെ ക്യാമറയുടെ ഷട്ടർ ക്ലോസിങ് ഞാൻ ഓഫ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെക്കാനിക്കൽ ഷട്ടർ ഡാമേജ് ആകുമ്പോഴത്തേക്ക് സെൻസർ മറിഞ്ഞല്ല ഈ ഷട്ടർ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ സൈലന്റ് മോഡിലിട്ടിട്ടോ അഥവാ ഇലക്ട്രോണിക് ഷട്ടർ മോഡിലിട്ടിട്ടോ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ Alpha 1 കംപ്ലൈന്റ് ആയിരുന്ന ടൈമിൽ ഞാൻ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കമന്റിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.